Come on, in this video I am going to explain methods of material pricing. There are different methods of pricing material issues. The first method is FIFO method and the next is LIFO method and the third method is simple average method and the last method is weighted average method. Okay, ഇതിൽ first three methods നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്, പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽസിന്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസിലാണ്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദി total cost of materials in the stock from which the materials to be priced could be drawn by the total quantity of materials in that stock. Okay, that means നമ്മളുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ടോട്ടൽ കോസ്റ്റിനെ ആ മെറ്റീരിയൽസിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഈക്വൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്. And this method gives weightage to quantity as well as price of materials in stock. നമ്മളുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റിക്കും അതുപോലെ തന്നെ അതിന്റെ പ്രൈസിനും ഒരുപോലെ വെയിറ്റേജ് കൊടുക്കുന്ന മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു എക്സാമ്പിൾ കാണുന്നുണ്ടാവും. നമ്മളുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 100 യൂണിറ്റ്സ് at the rate ₹11, 200 units at the rate ₹12 and 300 units at the rate ₹30. In that situation, we have to issue 500 units to production department. അപ്പോൾ നമ്മുടെ സ്റ്റോറിലിരിക്കുന്ന ഈ മെറ്റീരിയൽസിന്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസിലാണ് നമ്മൾ 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. നമ്മൾ 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജറിന്റെ ഇഷ്യൂ സൈഡിൽ റേറ്റ് കോളത്തിൽ എൻറ്റർ ചെയ്യുന്നത് ആ മെറ്റീരിയൽസിന്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ആണ്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ തൊട്ടുമുമ്പ് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ അതിന് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 100 യൂണിറ്റ്സ് അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ലോ. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 11 ആണ്. സോ 100 × 11 പ്ലസ് സെക്കൻഡ് ലോട്ട് ഈസ് 200 യൂണിറ്റ്സ് ആൻഡ് ദ റേറ്റ് എന്ന് പറയുന്നത് 12 ആണ്. സോ 200 × 12 പ്ലസ് ആൻഡ് ദ ലാസ്റ്റ് ലോട്ട് ഈസ് 300 യൂണിറ്റ്സ്. ഓക്കെ, അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 13 ആണ്. സോ 300 × 13. ഓക്കെ, അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് നമ്മുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ 100 യൂണിറ്റ്സ് ഉണ്ട്, 200 യൂണിറ്റ്സ് ആൻഡ് ഒരു 300 യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 100 + 200 + 300. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 12.33 ആണ്. ഓക്കെ, സോ ഈ 12.33 ആണ് നമ്മളുടെ ഈ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽസിന്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 500 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജറിന്റെ ഇഷ്യൂ സൈഡിൽ റേറ്റ് കോളത്തിൽ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12.33 ആണ്. ഇതാണ് ഈ മെറ്റീരിയൽസിന്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇതൊന്നുകൂടി ക്ലിയർ. From the following transactions, prepare stores ledger under weighted average method. ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ ജാനുവരി 1 to ജാനുവരി 20 വരെയുള്ള റിസീവ്സ് ആൻഡ് ഇഷ്യൂ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ട്രാൻസാക്ഷനോട് നോക്കാം. ഓൺ ജാനുവരി 1st, purchase 300 units at the rate ₹3 per unit. January 5th, purchase 500 units at the rate ₹4 per unit. And on 10, issued 500 units. On January 15th, purchase 700 units at the rate ₹4.50 per unit. And on 20, issued 700 units. അപ്പോൾ നമ്മളോട് ക്വസ്റ്റനിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റോഴ്സ് ലെഡ്ജർ ആണ് അണ്ടർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഇതാണ് സ്റ്റോഴ്സ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ആദ്യം തന്നെ നമ്മൾ ടൈറ്റിൽ എഴുതി സ്റ്റോഴ്സ് ലെഡ്ജർ ബ്രാക്കറ്റിൽ നമ്മൾ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് ആ മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ ജാനുവരി 1st, പർച്ചേസ് 300 യൂണിറ്റ്സ് അറ്റ് the rate ₹3 per unit. നമ്മളുടെ സ്റ്റോറിലേക്ക് മെറ്റീരിയൽ വന്നിരിക്കുകയാണ്. റെസിപ്റ്റ് ആണ്, നമ്മൾ റെസിപ്റ്റ് സൈറ്റിലാണ് കാണിക്കുന്നത്, റെസിപ്റ്റ്സ് കോളത്തിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഡേറ്റ് എടുത്ത് എഴുതാം. ജാനുവരി 1st, 2020, ക്വാണ്ടിറ്റി കോളത്തിൽ 300 ആൻഡ് ദെൻ റേറ്റ് ₹3 per unit. ഓക്കെ, ക്വാണ്ടിറ്റി 300, rate 3, amount 300 × 3, 900. നമുക്കിനി ബാലൻസ് കോളത്തിലേക്ക് പോകാം. ബാലൻസ് കോളത്തിലും ഇത് തന്നെ നമുക്ക് എടുത്തെഴുതാം. 300, 3, 900. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ ജാനുവരി 5th, പർച്ചേസ് 500 യൂണിറ്റ്സ് at the rate ₹4 per unit. ഇതും റെസിപ്റ്റ് ആണ്, നമ്മുടെ സ്റ്റോറിലേക്ക് മെറ്റീരിയൽ വന്നിരിക്കുകയാണ്, നമ്മൾ റെസിപ്റ്റ്സ് കോളത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഡേറ്റ് എടുത്തെഴുതാം. ജാനുവരി 5th, ക്വാണ്ടിറ്റി 500, റേറ്റ് ₹4, എമൗണ്ട് ഈസ് 500 × 4, 2000. ഇനി നെക്സ്റ്റ് ബാലൻസ് കോളത്തിലേക്ക് പോകാം. സിമ്പിൾ ആവറേജ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണോ ബാലൻസ് കോളം നമ്മൾ എഴുതിയത് അതേ രീതിയിൽ തന്നെയാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലും. ഓക്കെ, ക്വാണ്ടിറ്റി 300 ഉണ്ടായിരുന്നു ഓൾറെഡി. ഇപ്പോൾ ജാനുവരി 5th 500 കൂടി നമ്മൾ സ്റ്റോറിലേക്ക് റിസീവ് ചെയ്തു. സോ ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഈസ് 500
പ്ലസ് 300 ഈക്വൽ 800 യൂണിറ്റ്സ്. ദെൻ എമൗണ്ട്, നമ്മുടെ സ്റ്റോറിൽ 900 റുപ്പീസിന്റെ സ്റ്റോക്ക് ഓൾറെഡി അവൈലബിൾ ആയിരുന്നു. അതിന്റെ കൂടെ ജാനുവരി 5th നമ്മൾ റിസീവ് ചെയ്ത 2000 റുപ്പീസിന്റെ സ്റ്റോക്കും കൂടി. സോ 900 പ്ലസ് 2900. നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ റേറ്റ് കോളം വേക്കന്റ് ആയിട്ടാണ് ഇടുന്നത്. റേറ്റ് കോളം ഇവിടെ ഇറലവന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 10th. നമുക്ക് ഡേറ്റ് എടുത്ത് എഴുതാം. January 10 ഇഷ്യൂഡ് 500 യൂണിറ്റ്സ് ഇല്ലേ? നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണം. നമ്മളുടെ സ്റ്റോറിൽ ഓൾറെഡി 800 യൂണിറ്റ്സിന്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മളത് ഇഷ്യൂ കോളത്തിലാണ് കാണിക്കുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി കോളത്തിൽ എടുത്തെഴുതാം 500 യൂണിറ്റ്സ്. ദെൻ റേറ്റ് ആണ് നമ്മളുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രൈസിലാണ്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ സ്റ്റോറിൽ 2900 റുപ്പീസ് കോസ്റ്റിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി അവൈലബിൾ ഈക്വൽ 800 യൂണിറ്റ്സ്. സോ നമുക്ക് ഇഷ്യൂ റേറ്റ് കണ്ടുപിടിക്കാം. ഇഷ്യൂ റേറ്റ് ഓൺ January 10 ഈക്വൽ ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെയാണ് ഇക്വേഷൻ. ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്. നമ്മൾ January 10 നോക്കുമ്പോൾ നമ്മളുടെ സ്റ്റോറിൽ ഓൾറെഡി 2900 കോസ്റ്റ് ഉള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ടോട്ടൽ കോസ്റ്റ് എടുത്തെടുത്താം. 2900 ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്. ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് 800 ആണ്. 800 ഈക്വൽ 3.625 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ദി ഇഷ്യൂ പ്രൈസ്. അപ്പം നമ്മൾ 500 യൂണിറ്റ്സ് January 10 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 3.625 ദിസ് ഈസ് ദി വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഓക്കെ, നമുക്ക് റേറ്റ് എടുത്ത് എഴുതാം 3.625 ആൻഡ് ദി എമൗണ്ട് ഈസ് 1812.5. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് കോളത്തിലേക്ക് പോകാം. ഓൾറെഡി അവിടെ 800 യൂണിറ്റ്സിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. സോ ദ ബാലൻസ് ഈസ് 300 യൂണിറ്റ്സ് ആൻഡ് 2900 റുപ്പീസ് അല്ലെ 2900 കോസ്റ്റിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആയിരുന്നു. അതിൽ നിന്ന് 1812.5 എമൗണ്ടിന്റെ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു. സോ ദി ബാലൻസ് ഈസ് 1087.5. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 15th. പർച്ചേസ് 700 യൂണിറ്റ്സ് അറ്റ് the rate ₹4.50 per യൂണിറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം ഡേറ്റ് എഴുതാം. January 15th പർച്ചേസ് ആണ്. നമ്മുടെ സ്റ്റോറിലേക്ക് മെറ്റീരിയൽ വന്നിരിക്കുകയാണ്. സോ നമ്മളത് റിസീവ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി 700 ആൻഡ് ദ റേറ്റ് ഈസ് 4.50 ആൻഡ് ദി എമൗണ്ട് ഈസ് 3150. നെക്സ്റ്റ് നമുക്കിനി ബാലൻസ് കോളത്തിലേക്ക് പോകാം. ഓൾറെഡി അവിടെ 300 യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് പ്ലസ് January 15th നമ്മൾ റിസീവ് ചെയ്ത് 700 യൂണിറ്റ്സ്. സോ ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ 1000. ഈ 1000 വരുന്നത് ഇങ്ങനെയാണ് 700 പ്ലസ് 300. ഓക്കെ, 300 ഓൾറെഡി അവൈലബിൾ ആയിരുന്ന 300 പ്ലസ് January 15th നമ്മൾ റിസീവ് ചെയ്ത് 700. നമുക്കിനി എമൗണ്ട് കോളം നോക്കാം. അവിടെ ഓൾറെഡി 1087.5 റുപ്പീസിന്റെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ കൂടെ 3150 റുപ്പീസിന്റെ സ്റ്റോക്കും കൂടി. സോ ദ ടോട്ടൽ എമൗണ്ട് ഈസ് 4237.5. ഓക്കെ, ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു 1087.5 പ്ലസ് 3150. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഇറ്റ് ഈസ് ഓൺ January 20th ഇഷ്യൂഡ് 700 യൂണിറ്റ്സ്. നമുക്ക് ആദ്യം ഡേറ്റ് എടുത്തെഴുതാം. January 20 ഇഷ്യൂ ആണ്. നമുക്ക് 700 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മളുടെ സ്റ്റോറിൽ 1000 യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ക്വാണ്ടിറ്റി എടുത്തെഴുതാം 700. ഇനി നമുക്ക് ഇഷ്യൂ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് പ്രൈസിലാണ് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്. ഓക്കെ, നമുക്ക് ഇഷ്യൂ റേറ്റ് എഴുതാം. ഇഷ്യൂ റേറ്റ് ഓൺ January 20 ഈക്വൽ, നമുക്ക് നോക്കാം ഓൾറെഡി അവിടെ ടോട്ടൽ കോസ്റ്റ് നോക്കാം 4237.5 കോസ്റ്റിലുള്ള സ്റ്റോക്കാണ് നമുക്ക് സ്റ്റോറിലിരിക്കുന്നത്. ഓക്കെ, നമുക്കതാണ് ടോട്ടൽ കോസ്റ്റ്. നമുക്ക് എടുത്തെഴുതാം 4237.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്. ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1000 ആണ്. ഈക്വൽ 4.2375 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ദി വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ആണ് നമ്മളുടെ ഇഷ്യൂ പ്രൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് റേറ്റ് എടുത്തെഴുതാം 4.2375 ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഈസ് 2966.25. നമുക്കിനി ബാലൻസ് കോളത്തിലേക്ക് പോകാം. ഓൾറെഡി അവിടെ 1000 യൂണിറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അതിൽ നമ്മൾ 700 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. സോ ദ റിമൈനിങ് ബാലൻസ് ഈസ് 300 ആൻഡ് 4237.5
റുപ്പീസിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആയിരുന്നു, അതിൽ നിന്ന് 2966.25 ഇല്ലേ, റുപ്പീസിൻ്റെ സ്റ്റോക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. സോ ദ ബാലൻസ് ഈസ് 1271.25. സോ ജാനുവരി 1 ടു ജാനുവരി 20 വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജറിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇതായിരുന്നു വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് പ്രൈസിലാണ് മെറ്റീരിയൽ ഇഷ്യൂസ് നടത്തുന്നത്. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു: ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്. ഓക്കെ, താങ്ക് യു.